ദേവീ ശരണം അമ്മേ മംഗല്യേ ശാരദാംബേ കവിതയിൽ നിറവാം വർണ്ണപുഷ്പങ്ങൾ തെല്ലും മങ്ങിയിടാതെൻ്റെയുള്ളിൽ വിരിയണമതിനായി കൂപ്പിടാം നിൻ പദാബ്ജം. അംഗങ്ങൾക്കാഭചാർത്തും മലരുകൾ നിറയും ശ്രദ്ധരാശോഭയോടെ ഭംഗ്യാ വന്നെൻ്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. നാമസ്കന്ധം 38-ാമത്തെ അധ്യായം അവലോകനം ചെയ്യണു. സാവിത്രി ധർമ്മൻ തമ്മിലുള്ള സംവാദം, ദേവിയെക്കുറിച്ച്, ദേവീ പൂജനങ്ങളെക്കുറിച്ച്, ഭക്തി ഉണ്ടാവാനുള്ള മാർഗങ്ങളെക്കുറിച്ചെല്ലാം ദീർഘമായിട്ടറിയാൻ സാവിത്രി ചോദിച്ചതിന് ഉത്തരം പറഞ്ഞുകൊണ്ടുവരികയാണ് ധർമ്മദേവൻ. അങ്ങനെ രാജ്യം സ്വീകരിക്കാൻ കൂട്ടാക്കാതെ വൈരാഗ്യം പൂണ്ട് തപസ്സു ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയണു. ധർമ്മരാജൻ ആ സമയത്ത് അച്ഛൻ ദേവിയുടെ ഗുണങ്ങളെപ്പറ്റി എന്നോട് പറഞ്ഞു. വേദങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്ന വിധം അത്യന്തം ദുർഗമമായ അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ആ ദേവി പോലും സ്വന്തം ഗുണഗണങ്ങളെക്കുറിച്ച് അറിയുന്നില്ല, പിന്നെ മറ്റുള്ളവരുടെ കഥ പറയണോ? ആകാശത്തുനിന്ന് അതിൻ്റെ അതിരറിയാൻ കഴിയുമോ? ആകാശത്തിന് അതിൻ്റെ അതിരറിയാൻ കഴിയുമോ എന്ന മാതിരിയാണ് ദേവിയുടെ മഹിമകളെ അറിഞ്ഞവരാരുണ്ട് എന്നർത്ഥം. ബ്രഹ്മസ്വരൂപിണിയായ ഭഗവതി തന്നെയാണ് സർവാത്മാവും ഭഗവാനും കാരണനും സർവേശ്വരനും സർവാദ്യനും സർവജ്ഞനും പരിപാലകനും നിത്യസ്വരൂപനും നിത്യവിഗ്രഹനും നിത്യാനന്ദനും നിർഗുണനും നിരാമയനും സർവസാക്ഷിയും സർവധാരനും ആ പരമാത്മാവ് തന്നെയാണ്. സ്വമായയാൽ മൂലപ്രകൃതിയായ ഭുവനേശ്വരിയായും അഭിവ്യക്തമാവണു. ആ മൂലപ്രകൃതിയുടെ വികാരമാണ് ചരാചരകാത്മകമായിട്ടുള്ള ഈ ജഗത്ത്. എപ്രകാരമാണോ അഗ്നി അതിൻ്റെ ദാഹശക്തിയിൽ നിന്ന് ഭിന്നമായിരിക്കുന്നത്, അതുപോലെ പുരുഷൻ സ്വപ്രകൃതിയിൽ നിന്ന് അഭിന്നമാണ്. രണ്ടിനും തമ്മിൽ തെല്ലും ഭേദമില്ല. ആ ശക്തി തന്നെയാണ് സച്ചിദാനന്ദരൂപിണിയായ മഹാമായ. അരൂപയായിട്ടുള്ള മഹാമായ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി രൂപം കൈക്കൊള്ളുന്നു. അത്യന്തം കമനീയവും സുന്ദരവും സുമനോഹരവുമായിട്ടുള്ള ഗോപാല സുന്ദരി രൂപമാണ് അവള് ആദ്യമാദേവി കൈക്കൊണ്ടത്. ആ രൂപത്തിനെ വർണ്ണിക്കണോ? പുതുമ, മേഘത്തിനൊത്ത ശ്യാമള നിറം, ഗോപവേഷം പൂണ്ട്, കോടി കാമദേവന്മാരുടെ ലാവണ്യമുള്ള ലീലാമനോജ്ഞനും ശരത്കാലത്തെ മധ്യാഹ്നത്തിൽ വിടർന്നു നിൽക്കുന്ന താമരയുടെ കാന്തിയെ വെല്ലുന്ന കണ്ണുകൾ, അതേമാതിരി അമൂല്യരത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച നാനാതരം ആഭരണങ്ങൾ അണിഞ്ഞ് അമൂല്യമായിട്ടുള്ള പീതാംബരത്താൽ സദാ പ്രശോഭിതനായിക്കൊണ്ട് പരബ്രഹ്മസ്വരൂപനും ബ്രഹ്മതേജസ്സും കൊണ്ട് ഉജ്ജ്വലിക്കുന്നവനും സുഖമായി ശാന്തനും രാധാകാന്തനും അനന്തനും ഗോപികളാൽ സദാ പുഞ്ചിരിയോടെ വീക്ഷിക്കപ്പെടുന്നവനും രാസമണ്ഡല മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന സിംഹാസനത്തിലിരിക്കുന്നവനും വേണുഗാനം പൊഴിക്കുന്നവനും ദ്വീപജനും വനമാല വിഭൂഷിതനും കൗസ്തുഭരത്നത്താൽ ഉജ്ജ്വലമായ വക്ഷസ്ഥലത്തോടുകൂടിയവനും മനോഹരമായ ചമ്പകമാലയോടുകൂടിയ മാലയണിഞ്ഞവനും അതേമാതിരി ഭക്തി നിമഗ്നരായ ഭക്തന്മാര് ഇങ്ങനെയുള്ള ഈ പരമാത്മാവിനെ ധ്യാനിക്കണു. അദ്ദേഹമാണ് ഒരേ ഒരു ഈശ്വരൻ. ജഗൽ സ്രഷ്ടാവായ ബ്രഹ്മാവ് അദ്ദേഹത്തെ ഭയപ്പെട്ടിട്ട് സൃഷ്ടി നടത്തുകയും അതുപോലെ ഓരോരുത്തരുടെയും കർമാനുസരിച്ച് കർമ്മഫലങ്ങളായി എഴുതിവിടുകയും ചെയ്യണു.
ആ ജഗതീശ്വരന്റെ ആജ്ഞ അനുസരിച്ച് വിഷ്ണുകർമ്മങ്ങളും തപസ്സിന്റെ ഫലദാതാവുമായി തീരുന്നു. അപ്രകാരം തന്നെ അദ്ദേഹത്തെ ഭയപ്പെട്ടിട്ട് എല്ലാറ്റിനെയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആ പരമാത്മാവിനെ ഭയപ്പെട്ട കാലാഗ്നിരുദ്രൻ അഖില ജഗത്തിനെയും സംഹരിക്കണു. ശിവൻ മൃത്യുഞ്ജയനും ജ്ഞാനികളുടെയെല്ലാം ഗുരുവിന്റെ ഗുരുവുമായത് ആ സർവേശ്വരനെ അറിഞ്ഞതുകൊണ്ടാണ്. അദ്ദേഹത്തെ അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ശിവൻ സർവജ്ഞനും യോഗീശനും ജ്ഞാനികളുടെ പ്രഭുവും ഭക്തി വൈരാഗ്യങ്ങളൊക്കെ ഉള്ളവനുമായി തീർന്നത്. വായു വീശുന്നതും ആദിത്യൻ പ്രകാശിക്കുന്നതും പ്രകാശം ചൊരിയുന്നതും ആ പരമാത്മാവിന്റെ കൽപ്പനപ്രകാരമാണ്. ദേവേന്ദ്രൻ വർഷം പൊഴിക്കുന്നതും അഗ്നി ജ്വലിക്കുന്നതും ജലം ശീതളമായിരിക്കുന്നതും ദിക്പാലകന്മാര് ദിക്കുകളെ ഭരിക്കുന്നതും രാശിചക്രങ്ങളും ഗ്രഹങ്ങളും ചുറ്റിക്കറങ്ങുന്നതും ആ പരമാത്മാവിന്റെ നിയോഗം കൊണ്ടാണ്. വൃക്ഷങ്ങൾ വളരുന്നതും പൂവണിയുന്നതും കായ്ക്കുന്നതും പഴിക്കുന്നതും ഫലങ്ങൾ തരുന്നതും ഒക്കെ ആ പരമാത്മാവിന്റെ കൽപ്പന അനുസരിച്ചിട്ടാണ്. കാലൻ എല്ലാറ്റിനെയും സംഹരിക്കുന്നതും അദ്ദേഹത്തിന്റെ ആ പരമാത്മാവിന്റെ കൽപ്പനയനുസരിച്ചല്ലാതെയല്ല. വെള്ളത്തിലോ കരയ്ക്കോ ഒരു പ്രാണിയും അദ്ദേഹത്തിന്റെ കൽപ്പനയില്ലാതെ പരമാത്മാവിന്റെ കൽപ്പനയില്ലാതെ ജീവിക്കാൻ കഴിയില്ല. എല്ലാ സ്ഥലത്തും ആ ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കണു. ഭഗവാന്റെ കൽപ്പനയനുസരിച്ച് വായു ജലരാശിയെയും തോയരാശി കൂർമ്മത്തെയും കൂർമ്മം അനന്തനെയും അനന്തൻ പൃഥിവിയെയും പൃഥിവി സമുദ്രങ്ങളെയും പർവ്വതങ്ങളെയും ധരിച്ചുകൊണ്ടിരിക്കണു. എല്ലാ പ്രകാരത്തിലും ഭൂമി അദ്ദേഹത്തിന്റെ കൽപ്പനയനുസരിച്ച് നാനാപ്രകാരത്തിലുള്ള രത്നങ്ങളെ ധരിക്കുന്നു. ഈ പൃഥിവിയിൽ സർവപ്രാണികളും ഉദ്ഭവിക്കുകയും നശിക്കുകയും ചെയ്യുന്നത് ആ പരമാത്മാവിന്റെ കൽപ്പനയനുസരിച്ചാണ്. ദിവ്യമായ 71 യുഗമാണ് ഇന്ദ്രന്റെ ആയുഷ്കാലം എന്ന് പറയണത്. 28ാമത്തെ ഇന്ദ്രന്റെ കാലം കഴിയുമ്പോൾ ബ്രഹ്മാവിന്റെ ഒരു രാപകൽ കഴിയും. ഇങ്ങനെ 30 ദിവസം കൂടുന്നത് 1 മാസം, 2 മാസം കൂടിയാൽ ഒരു ഋതു, 6 ഋതുക്കൾ കൂടുന്നത് 1 വർഷം. അങ്ങനെ ബ്രഹ്മാവിന് 1 വയസ്സ് പൂർണ്ണമാവണു. ബ്രഹ്മാവ് അനുവദിക്കുന്നത് ഹരി ഒന്ന് കണ്ണു ചിമ്മുന്ന സമയത്താണ്. ഹരിയുടെ കണ്ണു ചിമ്മുന്ന അത്രയേ ഉള്ളൂ ബ്രഹ്മാവിന് ആയസ്സുള്ളത് എന്നർത്ഥം പറയുക. ഹരി കണ്ണൊന്ന് ചിമ്മുന്നതോടെ സകലതും ലയിച്ച് പ്രാകൃത പ്രളയം തുടങ്ങിക്കഴിയും. പ്രാകൃത പ്രളയം ഉണ്ടാവുന്ന സമയത്ത് ദേവാദികൾ ഉൾപ്പെടെയുള്ള സകല ചരാചരങ്ങളും ധാതാവും വിധാതാവും എല്ലാം ശ്രീകൃഷ്ണന്റെ നാഭീകലമലത്തിൽ വിലയം പ്രാപിക്കും. ക്ഷീരസമുദ്രത്തിൽ ശയിക്കുന്ന വിഷ്ണുവും അതുപോലെ വൈകുണ്ഠവാസിയും ചതുർഭുജനുമായ വിഷ്ണുവും ശ്രീകൃഷ്ണന്റെ ഇടതുഭാഗത്ത് വിലീനമായിത്തീരുന്നു. ജ്ഞാനത്തിന്റെ അധിഷ്ഠാതാവും സനാതനനുമായ ഭഗവാൻ ശിവന പരമാത്മാവായ ശ്രീകൃഷ്ണന്റെ ജ്ഞാനത്തിൽ പ്രവേശിക്കുന്നു. സകല ശക്തികളും വിഷ്ണുമായയായ ദുർഗയിലും വിലയിക്കുന്നു. ആ ദുർഗ കൃഷ്ണന്റെ ബുദ്ധിയിൽ സ്ഥാനം പിടിക്കുന്നു. ബുദ്ധിയുടെ അടിസ്ഥാന ദേവതയാണ് അവള്. നാരായണ അംശനായ സ്കന്ദനും അദ്ദേഹത്തിന്റെ വക്ഷസ്സില് ലയിക്കുന്നു. ഗണാധിപനായിട്ടുള്ള ഗണേശൻ ശ്രീകൃഷ്ണന്റെ അംശമാണ്. അദ്ദേഹം ശ്രീകൃഷ്ണന്റെ 2 കൈകളിലും ലയിക്കുന്നു. പദ്മാംശങ്ങളായ ദേവീശക്തികളെ പത്മിയിലും ആ പത്മ രാധയിലും ലയിക്കുന്നു.